ഈ വർഷത്തെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി നവ്യ നായർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറുവാക്കിനായി ശ്രീമതി നവ്യ നായരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. An artist on stage is having a special connect with each and every one of the audience. How? Through their eyes. നമ്മുടെ കണ്ണുകളിലുള്ള ആ ഒരു എന്തോ ഒരു കാന്തിക ശക്തിയിലാണ് ഈ ഓഡിയൻസിനെ മുഴുവൻ നമ്മൾ പിടിച്ചിരുത്തുന്നത്. ആൻഡ് എം.എസ്. സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെ പേരിലുള്ള അങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് ലഭിക്കുമ്പോൾ എം.എസ്. സുബ്ബലക്ഷ്മി അമ്മാളിനെ പറ്റി ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു നർത്തകി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ എനർജിയാണ് എം.എസ്. അമ്മയുടെ വിഷ്ണു സഹസ്രനാമം. അതായത് ഏത് പരിപാടിക്ക് പോകുമ്പോഴും എൻ്റെ അച്ഛനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നോട് അച്ഛനും അമ്മയൊക്കെ കളിയാക്കി ചോദിച്ചിട്ടുണ്ട്. പരിപാടിക്ക് ഈ ചെറുപ്പത്തിൽ വന്ന പോലെ തന്നെ ഇപ്പോഴും എല്ലാ പരിപാടിക്കും അച്ഛനും അമ്മയും കൂടെ വരാറുണ്ട്. അപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് മുന്നേ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, ഡാൻസ് ഒരു 6:30 ഒക്കെ ആണല്ലോ, ഒരു 4 ആകുമ്പോൾ റെഡി ആവണം. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ ഈ 1 മണിക്കൂർ ദ ടൈം വെൻ ഐ ടേക്ക് എ നാപ്പ്, at that time I listen to either ശേഷഗോപാലൻ സർ ഓർ മേ ബി ടി.എം. കൃഷ്ണ സർ ഓർ സഞ്ജയ് സർ, അങ്ങനെ പാട്ടുകൾ കേട്ടാണ് ക്ലാസ്. അപ്പം സംഗതികളിങ്ങനെ പെരുക്കിയിട്ട് നീ എങ്ങനെയാണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതെന്ന് എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സംഗീതം, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു ഗായികയാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഭഗവാൻ എന്നെ നർത്തകിയാക്കിയതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു, ഐ റിയലി വാണ്ട് ബി എ കർണാട്ടിക് സിംഗർ. ഐ റിയലി ലവ് ദറ്റ് മ്യൂസിക്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ മേക്കപ്പ് ഇടാൻ തുടങ്ങുമ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുഴുവൻ ലോകവും വിഷ്ണു സഹസ്രനാമത്തിൽ എം.എസ്. സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെ വിഷ്ണു സഹസ്രനാമമാണ്. ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എൻ എനർജി ഷീ ഗിവ്സ് ഇറ്റ് ഔട്ട് ടു ദി ആർട്ടിസ്റ്റ് ഔട്ട് ഹിയർ. ഇറ്റ്സ് അത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ്. ഒരു പ്രോഗ്രാമിന് മുൻപ് എന്നോട് ആൾക്കാർ വന്ന് ഫോട്ടോ ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവരെന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ ഫോട്ടോ ചോദിക്കുന്നത്, പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല. കാരണം എപ്പോഴും ഞാൻ ഈ ഒരു വൈബ്രേഷനിലാണ്. ഞാൻ ഈ കേട്ട വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും എം.എസ്. അമ്മയുടെ ശബ്ദത്തിൻ്റെയും അതിൻ്റെ ഒരു എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇത്രയധികം ആർട്ടിസ്റ്റുകൾക്ക്, പേഴ്സണലി എനിക്ക് ഇപ്പോൾ മൺമറഞ്ഞു പോയി കാലം എത്രയായിട്ടും നമ്മുടെയൊക്കെ ഉള്ളിൽ ഏറ്റവും വലിയൊരു എനർജിയായി, ഏറ്റവും വലിയൊരു നാദമായി, ഏറ്റവും വലിയൊരു ശബ്ദമായി, ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷനായി ശ്രീമതി എം.എസ്. സുബ്ബലക്ഷ്മി അമ്മാൾ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മരണത്തിന് ശേഷം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള സിനിമ കണ്ടു ഈ അടുത്തിടയ്ക്ക്, മൈക്കിൾ. സോ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് എ കൈൻഡ്. യു കനോട്ട് ഫൈൻഡ് എ മൈക്കിൾ ജാക്സൺ ബിഫോർ ആൻഡ് മൈക്കിൾ ജാക്സൺ ആഫ്റ്റർ എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ ജസ്റ്റ് വൺ ഓഫ് എ കൈൻഡ് ആണ്. അപ്പോൾ അങ്ങനെ വലിയ സാഗരങ്ങളുടെ അടുത്തെത്തുന്ന ചെറിയൊരു മണൽത്തരിയായിട്ടെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നു, ഒരു കലാകാരിയായി ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എം.എസ്. സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെ പേരിലുള്ള ഈ ഒരു പുരസ്കാരം എനിക്ക് നേടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എം.എസ്. സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ്റെ ചെയർമാനായ ശ്രീ എസ് കൃഷ്ണകുമാർ, അദ്ദേഹത്തിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ സോമനാഥ് സാറിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞതുപോലെ റോക്കറ്റ്മാൻ 2 എന്ന് പറയുന്നത് പോലെ
PM മോദി വന്ന് തോളിൽ തട്ടി അങ്ങയെ പ്രശംസിച്ചപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഉൾപ്പുളകം കൊണ്ട പല മലയാളികളിൽ ഒരു പെൺകുട്ടിയാണ്, അല്ല ഒരു സ്ത്രീയാണ് ഞാൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദെയർ. താങ്ക് യു സോ മച്ച്. ഇത്ര വലിയൊരു പൊസിഷനിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു മലയാളി ഉണ്ടാവുന്നൊരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഓണർഡ് ടു ഷെയർ എ സ്റ്റേജ് വിത്ത് ഓൾ ഓഫ് യു. ഇവിടെ ഇന്ന് അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിശാലാക്ഷി നിത്യാനന്ദ് മാമിനും ചെങ്കോട്ട ഹരിഹരൻ സുബ്രഹ്മണ്യൻ സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും ഒരുപാട് വേദികളിൽ ഒരുപാട് മാജിക് തീർക്കാൻ സാധിക്കട്ടെ രണ്ടുപേർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു.